ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. വാസുദേവൻ ടെറസിൻ്റെ മുകളിലേക്ക് വരുന്ന സമയത്ത് മേഘ എന്തോ അർജൻറ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാപ്ടോപ്പിൽ. അപ്പോൾ അയാൾ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മേഘ നല്ല തിരക്കാണെന്ന് തോന്നുന്നു. ഏയ് അങ്ങനെയൊന്നുമില്ല അങ്കിൾ, 4-5 ഫോറിൻ കമ്പനികൾക്ക് നമ്മുടെ പ്രൊഫൈൽ അയച്ചു കൊടുക്കുകയായിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതൊക്കെ വലിയ വലിയ ഡീലുകളായിരിക്കണം അങ്കിൾ. അപ്പം തന്നെ വാസുദേവൻ മേഘയെ പുകഴ്ത്താൻ മറക്കുന്നില്ല. നീ മഹേന്ദ്രനേക്കാളും ഒരുപാട് ബുദ്ധിശാലിയാണ് മേഘ. തീർച്ചയായിട്ടും നീ ഈ ബിസിനസ്സിൽ ഒരുപാട് മുന്നേറ്റങ്ങളിലെത്തും. മേഘയ്ക്ക് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. അവൾ അത് മറച്ചു വെക്കാതെ വാസുദേവനോട് പറയുന്നുമുണ്ട്, നിങ്ങളും ജാനകി അമ്മായി മാത്രമേ എന്നെ പുകഴ്ത്തുന്നുള്ളൂ. പക്ഷേ മഹേന്ദ്രൻ അച്ഛനും ലക്ഷ്മി അമ്മയും എപ്പോഴും എന്നെ ഡിസ്കറേജ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അത് നിന്നെക്കൊണ്ട് സാധിക്കില്ല എന്നേ അവർ പറയാറുള്ളൂ. അതുകൊണ്ട് എനിക്കെന്തോ അവരെ തീരെ ഇഷ്ടമേ അല്ല. അപ്പോൾ വാസുദേവനും പറയുന്നുണ്ട്, മേഘ, നിന്റെ കഴിവിനെ പറ്റി അവർക്ക് എന്താ അറിയുക. മേഘയെ പുകഴ്ത്തൽ മാത്രമായിരുന്നില്ല വാസുദേവൻ്റെ ഉദ്ദേശം. മറ്റൊരു കാര്യം കൂടി മേഘയോട് അവതരിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. ചുറ്റിലും നോക്കിയതിനു ശേഷം വാസുദേവൻ പറയുന്നുണ്ട്, മേഘ, നിന്നോട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താ അങ്കിൾ? എന്നെ ഇപ്പോൾ ജ്യോതി വിളിച്ചിട്ടുണ്ടായിരുന്നു. വരുന്ന വെള്ളിയാഴ്ച അവളുടെ വീട്ടിൽ സുമംഗലി പൂജ വെച്ചിട്ടുണ്ട്. അതിന് എന്നെയും നിന്നെയും ക്ഷണിച്ചിട്ടുണ്ട്. അതിനെന്താ, ശരി അങ്കിൾ, നമുക്ക് രണ്ടുപേർക്കും പോവാം. അപ്പോൾ വാസുദേവൻ ചോദിക്കുന്നുണ്ട്, ജ്യോതിയുടെ വീട്ടിൽ വരുന്നതിന് നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഏയ് എന്തിനാ അങ്കിൾ, എനിക്കെന്തിനാ അതിന് പ്രശ്നം? ജ്യോതി ആണെങ്കിലും എനിക്ക് മറ്റൊരു അമ്മായിയാണ്. അത് കേട്ട വാസുദേവൻ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷത്തിലാണ് മേഘയെ നോക്കുന്നത്. അത്ര പെട്ടെന്ന് മേഘ അതൊക്കെ ഉൾക്കൊള്ളുന്നുള്ളത് അയാൾ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. മേഘ പറയുന്നുമുണ്ട്, ജ്യോതി കാരണമാണ് നിങ്ങൾ സന്തോഷിക്കുന്നതെങ്കിൽ അതല്ലേ എൻ്റെയും സന്തോഷം. വാസുദേവൻ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് പറയാണ്, ഇതുപോലെ എന്നെ മുഴുവനാക്കി മനസ്സിലാക്കിയിട്ടുള്ള നിന്നെപ്പോലുള്ളൊരു പെൺകുട്ടി ആയിരിക്കണം എനിക്കെൻ്റെ മരുമകളായിട്ട് വരേണ്ടത്. മേഘ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവരെ രണ്ടുപേരെയും ഞെട്ടിച്ചുകൊണ്ട് ജാനകിയുടെ ശബ്ദം. ഏട്ടൻ പറഞ്ഞതാണ് ശരി. രണ്ടുപേരും ഒരുപോലെ ഞെട്ടിയിട്ട് ജാനകിയെ നോക്കുകയാണ്. വാസുദേവൻ ശരിക്കും ചത്തു എന്നുള്ള അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. അയാൾ നെഞ്ചിൽ കൈവച്ചിട്ട് ഹൃദയടിപ്പുണ്ടോ നോക്കിയ ശേഷമാണ് മേഘയെ നോക്കുന്നത്. കാരണം തങ്ങൾ ഇത്രയും നേരം സംസാരിച്ചത് മുഴുവൻ ജാനകി കേട്ടു എന്നാണ് അയാൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജാനകി അങ്ങോട്ടേക്ക് വീൽ ചെയറിൽ വന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടൻ പറഞ്ഞത് ശരിയാണ്. നമ്മളെ മുഴുവനാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് മേഘ മാത്രമാണ്. മേഘയെപ്പോലൊരു പെൺകുട്ടി തന്നെയാണ് നമുക്ക് മരുമകളായിട്ട് വരേണ്ടത്. ജാനകിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല എന്നൊരു തോന്നൽ വരികയാണ് ജാനകിയുടെ സംസാരത്തിൽ നിന്ന് വാസുദേവന്. അപ്പോൾ ജാനകിയും പറയുന്നുണ്ട്, മേഘയെപ്പോലെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും നമ്മളെ മനസ്സിലാക്കിയ ഒരു പെൺകുട്ടി മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പാടുള്ളൂ. അപ്പോഴേ നമ്മുടെ ജീവിതത്തിന് സന്തോഷവും സമാധാനവും കിട്ടുകയുള്ളൂ. ഏകദേശം ജാനകിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളത് മേഘയ്ക്കും വാസുദേവനും മനസ്സിലാവുകയാണ്. അപ്പോഴാണ് ജാനകി പറയുന്നത്, വരുന്ന വെള്ളിയാഴ്ച നമ്മുടെ വീട്ടിൽ സുമംഗലി പൂജ വെച്ചിട്ടുണ്ട്. അത് കേട്ടതും വാസുദേവൻ ആകെ ഷോക്കായിട്ട് മേഘയെ നോക്കുകയാണ്. അതേ അവസ്ഥയിൽ തന്നെ മേഘയും അയാളെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഇനി അന്ന് ഓഫീസിൽ ജോലിയുണ്ട്, തിരക്കാണെന്ന് പറഞ്ഞിട്ട് എവിടെയും പോവരുതേട്ടാ. മേഘ, നിന്നോടും കൂടിയാണ്. വാസുദേവൻ കണ്ണുകൊണ്ട് മേഘയോട് ചോദിക്കുകയാണ്, അയ്യോ ഇനി എന്താ ചെയ്യാന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ എന്നെയൊക്കെ കേട്ടിട്ടാണോ ജാനകി പറയുന്നതെന്നുള്ളൊരു പേടിയോ അയാൾക്കുണ്ടായിരുന്നു. അപ്പോൾ ജാനകി പുഞ്ചിരിച്ചുകൊണ്ട് മേഘയോട് പറയുന്നുണ്ട്, വരുന്ന സുമംഗലി പൂജയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഉണ്ടാവണം. മേഘ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ആ എന്നൊരർത്ഥത്തിൽ തലയാട്ടുകയാണ്. പക്ഷെ അവരുടെ രണ്ടുപേരുടെയും മുഖത്ത് ആകെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ജാനകി അത് ശ്രദ്ധിക്കുന്നുമുണ്ട്. അവരുടെ രണ്ടുപേരുടെയും മുഖത്തുള്ള ഒരുപോലുള്ള ടെൻഷൻ കണ്ടപ്പോൾ ജാനകി രണ്ടുപേരോടായിട്ട് ചോദിക്കുകയാണ്, ഇതെന്താ രണ്ടുപേരുടെയും മുഖത്ത് ഒരുപോലത്തെ ഭാവം? അന്ന് ഓഫീസിൽ എന്തെങ്കിലും തിരക്കുള്ള ജോലിയുണ്ടോ? മേഘ അത് കേട്ടതും വാസുദേവനെ നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ വാസുദേവൻ പറയുന്നുണ്ട്, ഏയ് അങ്ങനെ ഒന്നുമില്ല ജാനകി. നീ ഇവിടെ നടത്തുന്ന സുമംഗലി പൂജയെക്കാളും വലുതായിട്ട് ഞങ്ങൾക്ക് എന്താ ഓഫീസിൽ ചെയ്യാനുള്ളത്? തീർച്ചയായിട്ടും സുമംഗലി പൂജയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും. അയാൾ അത്രയും കോൺഫിഡൻസോടെ പറയുന്നത് കേട്ടപ്പോൾ മേഘ തന്നെ അതിശയിച്ചു പോവാണ്. ഇത്രയും ധൈര്യത്തോടെ എങ്ങനെയാണ് പറയുന്നത്? അന്ന് തന്നെയല്ലേ ജ്യോതിയുടെ വീട്ടിലെയും ഫംഗ്ഷൻ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ജാനകി സന്തോഷത്തോടെ പറയാണ്, ശരി, സുമംഗലി പൂജയ്ക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാം. ശരി, നീ പോയിട്ട് ചെയ്യ് ജാനകി. മേഘയും സന്തോഷിച്ചുകൊണ്ട് തന്നെ അവരെ പറഞ്ഞു വിടുകയാണ്. ജാനകി അവിടെ നിന്ന് പോയതിന് ശേഷമാണ് വാസുദേവന് ശ്വാസം നേരെ വിട്ടത്. അപ്പോൾ മേഘ ചോദിക്കുന്നുണ്ട്, എന്താ അങ്കിൾ ഇത്ര പെട്ടെന്ന് അമ്മായി പറഞ്ഞപ്പോൾ തന്നെ പൂജയിൽ ഞാൻ പങ്കുചേരാൻ ഇത്രയും വാക്ക് കൊടുത്തത്? വേറെ എന്ത് ചെയ്യാനേ മേഘ? നമുക്കതിൽ പങ്കുചേരാൻ പറ്റില്ല എന്ന് കേട്ടാൽ ജാനകിയുടെ മനസ്സ് ഒരുപാട് വേദനിക്കും. അത് ശരിയാണ്, മേഘയും സമ്മതിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? വാസുദേവൻ ആശയക്കുഴപ്പത്തിലായിരുന്നു. ജ്യോതി ആണെങ്കിലും ആ ദിവസം തന്നെയാണ് സുമംഗലി പൂജ വെച്ചിട്ടുള്ളത്. അവിടെ ചെന്നില്ലെങ്കിൽ ജ്യോതി എന്തായാലും ദേഷ്യം പിടിക്കും. ഒരല്പനേരം ആലോചിച്ചതിന് ശേഷം മേഘ തന്നെയാണ് അതിനുള്ള മറുപടി കൊടുക്കുന്നത്. ടെൻഷൻ ആവൊന്നും വേണ്ട അങ്കിൾ. രാവിലെ ജ്യോതി അമ്മായി നടത്തുന്ന സുമംഗലി പൂജയിൽ പങ്കുചേരണം.
വൈകുന്നേരം ആവുമ്പോൾ ജാനകി അമ്മായി നടത്തുന്ന സുമംഗലി പൂജയിലും പങ്കുചേരണം. അതാവുമ്പോൾ 2 സുമംഗലി പൂജയിലും നമ്മൾ പങ്കെടുത്തതുപോലെയോ ആവും. അത് കേട്ടതും വാസുദേവൻ ഒത്തിരി സന്തോഷമാവുകയാണ്. എത്ര പെട്ടെന്ന് ഇത്രയും വലിയൊരു പ്രശ്നത്തിന് മോൾ പരിഹാരം കണ്ടത്. എൻ്റെ പ്രശ്നം എന്താണെന്ന് എന്നെക്കാളും നന്നായിട്ട് മേഘ മോൾക്കാണ് മനസ്സിലാവുന്നത്. വാസുദേവൻ കൂളായിക്കൊണ്ട് പറയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, അങ്കിൾ ഒരുപാട് ടെൻഷൻ ആവുമൊന്നും വേണ്ട. ശരി മോളെ, മോളുടെ ജോലി ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് വാസുദേവൻ അവിടുന്ന് പോവാണ്. അയാൾ പോകുന്നത് തന്നെ നോക്കിയിട്ട് മേഘ കുറച്ചു നേരം നിന്നിട്ടുണ്ടായിരുന്നു. കാരണം അയാളെ കൈക്കുള്ളിലാക്കുക എന്നുള്ളത് സിദ്ധാർത്ഥിന് കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണെന്ന് മേഘയ്ക്ക് അറിയായിരുന്നു. പിറ്റേന്ന് ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ശരവണൻ്റെ കൂടെ കാറിൽ കയറാൻ വന്നതാണ് മേഘ. ആ സമയത്ത് ശരവണൻ സ്നേഹത്തോടെ മകളോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്തിനാ മോളെ ഇത്രയധികം ഡ്രസ്സ് വാങ്ങി തന്നത്. അപ്പോഴാണ് അതുവഴി ചന്ദ്രിക സ്കൂട്ടറിൽ വന്നിട്ടുണ്ടായിരുന്നത്. അവർ രണ്ടുപേരും റോഡിൽ നിന്ന് സംസാരിക്കുന്നത് കണ്ടതും ചന്ദ്രികയും കുറച്ച് മാറി നിൽക്കുകയാണ്. അത് കേട്ട സമയത്ത് മേഘ സ്നേഹത്തോടെ അച്ഛനോട് പറയുകയാണ്, എൻ്റെ അച്ഛൻ ഇനി പഴയ ഡ്രസ്സുകളൊന്നും ധരിക്കേണ്ട. അച്ഛൻ്റെ കയ്യിലുള്ള പഴയ ഡ്രസ്സുകളൊക്കെ ആർക്കേലും കൊടുത്തേക്ക്. ഇനി എൻ്റെ അച്ഛൻ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സുകൾ മാത്രം ധരിച്ചാൽ മതി. അത് കേട്ട് സന്തോഷത്തോടെ അയാൾ പറയാണ്, എന്തിനാ മോളെ, ഞാൻ വയസ്സായിട്ടുള്ള ഒരാളല്ലേ, ഞാനിനി ഇങ്ങനെ തന്നെ ജീവിച്ച് തീർന്നോളാം. നീ നിൻ്റെ അനിയനെ അനിയത്തിയെ നന്നായി നോക്കിയാൽ മതി, എനിക്ക് അത്രയേ വേണ്ടൂ. അത് അച്ഛൻ പ്രത്യേകിച്ച് പറയണോ? അവരുടെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളും. അല്പം ദൂരെ ആയതുകൊണ്ട് തന്നെ അവരുടെ സംസാരം ചന്ദ്രയ്ക്ക് കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷേ ശരവണൻ്റെ കയ്യിലുള്ള കവർ കണ്ടപ്പോൾ ചന്ദ്രയ്ക്ക് കാര്യം മനസ്സിലാവാണ്. അവൾ ചിന്തിക്കുന്നുണ്ട്, മേഘ എന്തിനായിരിക്കും ശരവണന് ഇത്രയധികം ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. അന്ന് കോഫി ഷോപ്പിൽ വെച്ചിട്ടാണെങ്കിലും ഒരുപാട് ക്ലോസ് ആയിട്ടാണ് അവർ പെരുമാറിയിട്ടുള്ളത്. ഇവരുടെ രണ്ടുപേരുടെയും ഉള്ളിൽ അതിനു മാത്രമുള്ള എന്ത് ബന്ധമായിരിക്കും ഉണ്ടായിരിക്കുക. തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യണമല്ലോ. ഞാൻ നന്നായിട്ട് ജീവിക്കണം നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നില്ല അച്ഛാ. അങ്ങനെ ആഗ്രഹിക്കുന്ന നിങ്ങളെ ഞാൻ നന്നായിട്ട് നോക്കണ്ടേ. മേഘ അച്ഛനോട് പറയാണ്, ഞാൻ അച്ഛന് വേണ്ടി എന്ത് ചെയ്താലും ഇനി അച്ഛൻ അത് വേണ്ടാന്ന് പറയരുത് കേട്ടോ. ശരവണൻ വാത്സല്യത്തോടെ പറയുന്നുണ്ട്, ശരി മോളെ, നീ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും കാറിലേക്ക് കയറിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്ത് അവർക്ക് പിന്നാലെയായിട്ട് ചന്ദ്രികയുണ്ടായിരുന്നു. കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ചന്ദ്രിക അവർക്ക് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരവണനും അനിയനും അനിയത്തിക്കായിട്ട് വാങ്ങിച്ചു കൊടുത്ത ആ ഒരു പുതിയ വില്ലയുടെ അടുത്താണ് അവർ വണ്ടി നിർത്തിയത് മേഘ. അതിനുശേഷം അകത്തേക്ക് കയറുന്ന സമയത്ത് കുറച്ച് പിന്നിലായിട്ട് ചന്ദ്രികയും വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്തിനായിരിക്കും മേഘ അവരുടെ കൂടെ അകത്തേക്ക് പോകുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. വീട്ടിനകത്തേക്ക് കയറിയ സമയത്ത് ശരവണൻ ശരിക്കും അന്താളിച്ച് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഹാപ്പി ബർത്ത്ഡേൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ട് വീട് മൊത്തം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ അതിശയത്തോടെ നിൽക്കുന്ന സമയത്ത് മേഘയുടെ അനിയനും അനിയത്തിയും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മേഘയോട് അയാൾ സന്തോഷത്തോടെ ചോദിക്കുകയാണ്, മേഘ എന്താ മോളെ വിശേഷം? വീടൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടല്ലോ. അയാൾക്ക് കാര്യം മനസ്സിലായില്ല. അപ്പോൾ മേഘ കൈ കൊടുത്തുകൊണ്ട് അച്ഛനോട് പറയാണ്, വിഷ് യു എ മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ അച്ഛാ. അയാൾക്ക് തന്നെ അതിശയമായിട്ടുണ്ടായിരുന്നു. അയാൾ മേഘയോട് സ്നേഹത്തോടെ തട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്, എൻ്റെ ബർത്ത്ഡേ ഒക്കെ മറക്കാതെ മോൾ ഓർത്തു വെച്ചിട്ടുണ്ടല്ലേ. അപ്പോഴേക്കും ചന്ദ്രിക മെല്ലെ ഹെൽമെറ്റൊക്കെ ഊരിയിട്ട് ആ വീട്ടിൻ്റെ അകത്തേക്ക് ഗേറ്റ് വഴി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരവണൻ മേഘയോട് പറയാണ്, ഞാൻ വിചാരിച്ചത് മോളുടെ അമ്മയെപ്പോലെ മോൾ മറന്നിട്ടുണ്ടാവുന്നതാണ്. പക്ഷേ കുഴപ്പമില്ല, എൻ്റെ മോൾ അതൊക്കെ ഓർത്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് മോളെ. അപ്പോൾ മേഘ പുഞ്ചിരിക്കുകയാണ്. അതിനുശേഷം അനിയനും അനിയത്തിയും അച്ഛനെ വിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, ഞാൻ പോയിട്ട് കേക്ക് എടുത്തിട്ട് വരാം. എന്തിനാ മോളെ കേക്കൊക്കെ? ഏയ് അതൊന്നും സാരമില്ല. മേഘ കേക്ക് എടുത്ത് വന്നിട്ട് തുറക്കുന്ന സമയത്ത് ശരവണൻ ശരിക്കും അന്താളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വലിയൊരു കേക്ക് തന്നെയാണത്. അയാൾ അതിശയത്തോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ മോൾ ഇത്രയധികം വലിപ്പമുള്ള കേക്ക് വാങ്ങിച്ചത്? ആ സമയത്ത് ചന്ദ്രിക ആരും കാണാതെ ജനൽ വഴി അവരുടെ വീട്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേഘ അച്ഛനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ബർത്ത്ഡേ അല്ലേ, നിങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിച്ചില്ലെങ്കിൽ മറ്റാരുടെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിക്കുക. ശരവണനും സ്നേഹത്തോടെ പറയാണ്, മേഘ ഇന്ന് നീ നല്ലൊരു തീരുമാനം എടുത്തിട്ടാണുള്ളത്. ഞാൻ പറഞ്ഞാലൊന്നും നീ അനുസരിക്കില്ല. ശരി മോളെ, നിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. അപ്പോൾ ചന്ദ്രിക ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, എന്തായിരിക്കും മേഘയ്ക്ക് ഇവരുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ എന്ന് വിചാരിച്ചിട്ട്. ആ സമയത്താണ് ചന്ദ്രികയെ ഞെട്ടിച്ചുകൊണ്ട് മേഘ വിളിക്കുന്നത്, അച്ഛാ. അച്ഛൻ പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് വാ. മേഘ അച്ഛാന്ന് വിളിക്കുന്നത് കേട്ടതും ചന്ദ്രിക ആകെ ഷോക്കായിട്ട് നോക്കുകയാണ് ഒന്നുകൂടെ. മേഘ വാങ്ങിച്ചു കൊണ്ടുവന്ന പുതിയ ഡ്രസ്സ് എടുത്തിട്ട് അച്ഛന് കൊടുക്കുകയാണ്. അത് കേട്ടതും ചന്ദ്രിക വിചാരിക്കുന്നുണ്ട്, ശരവണനാണോ മേഘയുടെ അച്ഛൻ? ശരവണൻ ഡ്രസ്സ് മാറ്റാൻ പോയ സമയത്ത് ചന്ദ്രിക അവരെ 3 പേരെയും നോക്കുകയാണ്. അപ്പോൾ മേഘയുടെ സഹോദരങ്ങളാണ് അവരെന്നുള്ളത് ചന്ദ്രികയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരവണൻ ഡ്രസ്സ് മാറ്റി വന്നപ്പോഴേക്കും പുതിയൊരു ലുക്ക് തന്നെയാണ് അയാൾ വന്നിട്ടുള്ളത്. അത് കണ്ടിട്ട് മേഘ പറയുന്നുണ്ട്, അച്ഛാ ഈ ഡ്രസ്സിൽ നിങ്ങൾ സൂപ്പറായിട്ടുണ്ട്. അയാളുടെ മകനും അയാൾ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഒരുപാട് സെലക്ട് ചെയ്തിട്ട് കിട്ടിയ ഡ്രസ്സാണ്, പിന്നെ നന്നാവാതിരിക്കുമോ? എല്ലാത്തിനും ഇനിയൊരു സാക്ഷി കൂടി വേണമെന്നുള്ളത് കൊണ്ട് തന്നെ ചന്ദ്രിക വേഗം മൊബൈൽ എടുത്തിട്ട് ക്യാമറയിൽ ആ വീഡിയോസൊക്കെ പകർത്തിയെടുക്കുകയാണ്, അവരൊന്നിച്ചുള്ള ആ ഒരു നിമിഷങ്ങളൊക്കെ. അതിനുശേഷം കേക്ക് കട്ട് ചെയ്തിട്ട് അയാൾ ആദ്യം തന്നെ മേഘയ്ക്കാണ് കൊടുക്കുന്നത്. മേഘ അച്ഛൻ്റെ വായിലേക്ക് കേക്ക് വെച്ചു കൊടുത്തതിന് ശേഷമാണ് അവൾ വാങ്ങി കഴിക്കുന്നത്. അങ്ങനെ ഒരു അനിയത്തിമാർക്കും അയാൾ കൊടുക്കുന്നുണ്ടായിരുന്നു.
അതിനുശേഷം മേഘ അയാളുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുകയാണ് കാല് തൊട്ടിട്ട്. പിന്നീട് പൂജ കേക്ക് കട്ട് ചെയ്ത് കൊടുത്ത സമയത്ത് മേഘ പറയുന്നുണ്ട്, അയ്യോ എനിക്ക് വേണ്ട പൂജ. അപ്പോൾ ശരവണൻ പറയാണ്, അങ്ങനെ പറയല്ലേ മോളെ, നിന്റെ അനിയത്തി ആഗ്രഹത്തോടെ നിനക്ക് തരുന്നതല്ലേ, ശരി എങ്കിൽ താ എന്ന് പറഞ്ഞിട്ട് മേഘ അതൊക്കെ വാങ്ങിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ചന്ദ്രിക അതിൽ ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. മാത്രമല്ല ചന്ദ്രിക ചിന്തിക്കുന്നുണ്ട്, ശരവണനാണ് മേഘയുടെ അച്ഛനെങ്കിൽ മരതക മുത്തശ്ശിയുടെ കൊച്ചുമോളാണ് മേഘ. എന്തുകൊണ്ടായിരിക്കും മേഘ ഇത്രയും കാലമായിട്ട് ഇതാരോടും പുറത്തു പറയാതിരുന്നത്? ഒരുപക്ഷെ മനീഷിൻ്റെ കയ്യിൽ നിന്നും മേഘ പറഞ്ഞിട്ടായിരിക്കും ശരവണൻ പണം എടുത്തിട്ടുണ്ടാവുക. ശരവണനാണ് മേഘയുടെ അച്ഛനെന്ന് സിദ്ധു സാറിനോടും ജാനകി അമ്മായിയോടും അച്ഛനോടും അമ്മയോടും ഒക്കെ എത്രയും പെട്ടെന്ന് പറയണം. അപ്പോഴേക്കും മേഘയുടെ അനിയനും അനിയത്തിയും പോയിട്ട് അവരുടെ വക ഓരോ ഗിഫ്റ്റുകൾ ശരവണന് കൊണ്ടു കൊടുക്കുകയാണ്. എന്തിനാണ് ഇതൊക്കെ വാങ്ങിച്ചത് പണമില്ലാത്തപ്പോൾ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, അത് സാരമില്ല, ഞങ്ങളിപ്പോൾ ജോലിക്ക് പോയിട്ട് പണം സമ്പാദിക്കാൻ തുടങ്ങിയല്ലോ. അപ്പോഴേക്കും പൂജ സന്തോഷത്തോടെ പറയുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും ചേർന്നിട്ട് ഒരു സെൽഫി എടുത്താലോ. അങ്ങനെ സെൽഫി എടുത്തിട്ട് അത് നോക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് മേഘയുടെ അനിയൻ പുറത്തു നിൽക്കുന്ന ചന്ദ്രികയെ ശ്രദ്ധിക്കുന്നത്. അവിടെ ഒരാൾ ഫോണും കൊണ്ട് നിൽക്കുന്നതായിട്ട് അവൻ കാണുന്നുണ്ടായിരുന്നു. അവൻ കണ്ടു എന്നുള്ളത് ചന്ദ്രികയും കണ്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവൻ ചിന്തിക്കുന്നുണ്ട്, അയ്യോ അത് ചന്ദ്രികയാണല്ലോ, അവള് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കണ്ടല്ലോ. അപ്പോൾ അവൻ കണ്ടുവെന്ന് മനസ്സിലായതും ചന്ദ്രിക വേഗം ഇറങ്ങി പുറത്തേക്ക് ഓടുകയാണ്. അവൾ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ കയറിയിട്ട് ഹെൽമെറ്റും വെച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അവൻ പിന്നാലെ എത്തുമ്പോഴേക്കും ചന്ദ്രിക വണ്ടിയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അവനങ്ങനെ പെട്ടെന്ന് ഓടുന്ന കണ്ടപ്പോൾ തന്നെ മേഘയും ശരവണനൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഇതെന്ത് ഇവനിങ്ങനെ ആരോടും പറയാതെ ഓടുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട്. അവൻ പിന്നാലെ പോയെങ്കിൽ അവന് ചന്ദ്രികയെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ദേഷ്യത്തോടു കൂടിയാണ് അവൻ തിരിച്ചു വരുന്നത്. അവൻ വന്നപ്പോൾ തന്നെ ശരവണനും മേഘയൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓടിപ്പോയത്? എന്നിട്ട് ഇപ്പോൾ ഒരുമാതിരി എന്തോ വയ്യാത്തതുപോലെ വന്നു നിൽക്കുന്നത്, എന്തു പറ്റിയതാ? തല താഴ്ത്തിക്കൊണ്ട് സങ്കടത്തോടെ അവൻ പറയാണ്, നമ്മൾ സംസാരിച്ചത് മുഴുവൻ ചന്ദ്രിക കേട്ടു. അത് കേട്ടതും മേഘ ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അവൾ അച്ഛനെ നോക്കുകയാണ്. ചന്ദ്രിക കണ്ടുവെന്നോ? അതെ അച്ഛാ, ചേച്ചി അച്ഛനെ അച്ഛാന്ന് വിളിച്ചതും ഞങ്ങൾ രണ്ടുപേരും മേഘ ചേച്ചിയെ ചേച്ചിന്ന് വിളിച്ചതും എല്ലാം ചന്ദ്രിക കണ്ടു. മേഘ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ശരവണൻ്റെ മുഖത്തേക്ക് പേടിയോടെ നോക്കുകയാണ്. അപ്പോൾ അവളുടെ അനിയൻ പറയുന്നുണ്ട്, ചന്ദ്രികക്കൊക്കെ മനസ്സിലായി എന്നാണ് തോന്നുന്നത് അച്ഛാ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു മേഘ. അവൾ വല്ലാതെ പേടിച്ചിട്ടുണ്ടായിരുന്നു. അവൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അയ്യോ ഇനി എന്താ ചെയ്യുക അച്ഛാ? ചന്ദ്രിക വീട്ടിൽ പോയി എല്ലാവരോടും സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വലിയൊരു പ്രശ്നത്തിലാണ് അകപ്പെടുക. അപ്പോൾ ശരവണനും പറയുന്നുണ്ട്, മോള് പറയുന്നത് ശരിയാണ്, ഞാനാണ് നിൻ്റെ അച്ഛനെന്ന് മഹേന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് ചന്ദ്രികയെ മാറ്റിവെച്ചത് ഞാനാണെന്നുള്ള സത്യം അയാൾ പോലീസിനോട് പറഞ്ഞു കൊടുക്കും. അത് കേട്ടത് അവർ 3 പേരും ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ശരവണൻ പറയുന്നുണ്ട്, അങ്ങനെ സംഭവിച്ചാൽ ഈ ജന്മത്തിൽ എനിക്ക് പുറത്തേക്ക് വരാൻ സാധിക്കില്ല. അപ്പോൾ മേഘ ഒരു ഉറച്ച തീരുമാനത്തോടെ പറയുന്നുണ്ട്, അതൊരു കാലത്തും നടക്കാൻ പാടില്ല അച്ഛാ. ചന്ദ്രിക ഒരു കാരണവശാലും ഈ കാര്യങ്ങൾ വീട്ടിൽ ആരോടും പറയാൻ പാടില്ല. ഉടനെ എന്തെങ്കിലും ചെയ്യച്ചാ. ചന്ദ്രിക സത്യങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജയിലിൽ പോകുന്നുള്ള കാര്യം ഉറപ്പാണച്ചാ. എങ്ങനെയെങ്കിലും അവളെ തടഞ്ഞേ പറ്റുള്ളൂ അച്ഛാ. ഇല്ലെങ്കിൽ അവളെ ഒറ്റയടിക്ക് തന്നെ കൊന്നു കളഞ്ഞേക്കച്ചാ. നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം. മേഘ ആകെ പതറിയിട്ടുണ്ടായിരുന്നു. അവളുടെ പതർച്ച കൊണ്ട് എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് ശരവണൻ മേഘയോട് പറയുന്നുണ്ട്, മേഘ മോള് വിഷമിക്കാതെ, അച്ഛൻ ചെയ്തോളാം. അയാൾ വേഗം ഫോൺ എടുത്തിട്ട് ഒരു ഗുണ്ടയുടെ നമ്പറിലേക്കാണ് വിളിക്കുന്നത്. അയാളോട് ചന്ദ്രികയുടെ വണ്ടിയുടെ നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ നമ്പർ ആ ഗുണ്ടയ്ക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം പറയുന്നുണ്ട്, ഈ നമ്പറുള്ള വണ്ടി ഇപ്പോൾ അതുവഴി പാസ് ചെയ്ത് വരും. ആ വണ്ടിയിൽ ചന്ദ്രിക എന്ന് പേരുള്ളൊരു പെണ്ണാണ്. അവളെ കാറ് വെച്ച് ഇടിച്ച് തെറിപ്പിച്ചേക്ക്. അയാളുടെ ശബ്ദത്തിൽ ചന്ദ്രികയോടുള്ള ഒരു വെറുപ്പുണ്ടായിരുന്നു. അവൾ പിന്നീട് ജീവിതത്തിലേക്ക് മടങ്ങി വരാനേ പാടില്ല. ആക്സിഡൻറ്റ് സംഭവിച്ചതുപോലെ ആക്കിയേക്കണം. അയാൾ ഗുണ്ടയോട് പറഞ്ഞപ്പോൾ ഗുണ്ടയോ അത് അംഗീകരിക്കുകയാണ്. മേഘ വെപ്രാളത്തോടു കൂടിയാണ് കേട്ട് നിൽക്കുന്നത്. എന്തെങ്കിലും ചന്ദ്രികയ്ക്ക് സംഭവിച്ചില്ലെങ്കിൽ വീട്ടിലെല്ലാവരും സത്യങ്ങൾ അറിയുന്ന മേഘയ്ക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ ശരവണൻ അയാളോട് പറയുന്നുണ്ട്, നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരും. ശരി, ഞാൻ അവളുടെ ഫോട്ടോ നിൻ്റെ ഫോണിലേക്ക് വിടാം. അവളുടെ സ്കൂട്ടറിൻ്റെ നമ്പറും കൂടി നീ എഴുതിയെടുത്തോളൂ. ശരി ചേട്ടൻ വിടൂ എന്ന് അയാളും പറയാണ്. അങ്ങനെ ശരവണൻ ഫോട്ടോ വിട്ടിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് അയാൾ തിരിഞ്ഞു നോക്കലും തൊട്ടരികിലൂടെയാണ് ചന്ദ്രിക പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ഫോട്ടോയും ചന്ദ്രികയും തന്നെ മാറി മാറി നോക്കുകയാണ് അയാൾ. അത് കണ്ടപ്പോൾ അയാൾ ഡ്രൈവറോട് വേഗം തന്നെ കാർ എടുക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്നിട്ട് ചന്ദ്രികയെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊന്നും അറിയാതെ ചന്ദ്രിക അതുവഴി തന്നെ പാസ് ചെയ്തിട്ടാണ് പോകുന്നത്. തൊട്ട് പിന്നാലെയായിട്ട് ആ ഗുണ്ടകളുടെ വണ്ടി ചന്ദ്രികയെ ഫോളോ ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.